2015 ജൂലൈ 18-നാണ് നീൽ മാർട്ടിൻ ഫാൾസ് എന്ന 45 വയസ്സുകാരൻ വെടിയേറ്റ് മരിച്ചത്. ജൂലൈ 18 ഉച്ചയ്ക്ക് ഏകദേശം 3:30 മണിക്ക് വെസ്റ്റ് വിർജീനിയയിലെ ചാൾസ്റ്റണിൽ താമസിക്കുന്നയാൾ തന്റെ വീടിന് പിന്നിൽ നിന്ന് ഒരു സ്ത്രീയുടെ അലറുന്ന ശബ്ദം കേട്ടു. എന്താണ് സംഭവം എന്നറിയാൻ വെളിയിലിറങ്ങിയ അവർ ഒരു സ്ത്രീയെ കണ്ടെത്തി. ഹീദർ സാമുവൽ എന്നായിരുന്നു ആ സ്ത്രീയുടെ പേര്. കാര്യം അന്വേഷിച്ചപ്പോൾ തന്നെ കൊല്ലാൻ ശ്രമിച്ച ഒരാളെ സ്വയം പ്രതിരോധത്തിനായി വെടിവെച്ച് കൊന്നതായി ഹീദർ ആ സ്ത്രീയോട് പറഞ്ഞു. അവർ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. നീൽ മാർട്ടിൻ ഫാൾസ് എന്ന 45 വയസ്സുകാരൻ വെസ്റ്റ് വെർജീനിയയിലേക്ക് താമസം മാറിയിട്ട് അധികം നാളായിരുന്നില്ല. ഹീദർ എന്ന സെക്സ് വർക്കറിനെ നീൽ ആദ്യമായി പരിചയപ്പെട്ടത് ഓൺലൈനിലൂടെയാണ്. ജൂലൈ 18-ന് ഹീദറിന്റെ വീട്ടിലെത്തിയ നീൽ അന്നയുടനെ തന്നെ ഹീദറിന് നേരെ തോക്ക് ചൂണ്ടി. കൊല്ലരുത് എന്ന് കേണ അപേക്ഷിച്ചപ്പോൾ അയാൾക്ക് യാതൊരു വിധത്തിലുള്ള ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അയാൾ അവളെ അടുക്കളയിലേക്ക് വലിച്ചിഴച്ചു. അയാളുടെ ശ്രദ്ധയൊന്ന് മാറിയപ്പോൾ അവൾ തോക്ക് കൈക്കലാക്കി അയാളെ വെടിവെച്ചു. നീലിന്റെ തലയിലാണ് വെടിയേറ്റത്. പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ അയാളുടെ മൃതദേഹത്തിൽ നിന്ന് കൈവിലങ്ങ് കണ്ടെത്തി. അയാളുടെ കാർ പരിശോധിച്ചപ്പോൾ കാറിനുള്ളിൽ പലതരത്തിലുള്ള ആയുധങ്ങൾ കണ്ടെത്തി. അത് പോലീസിനെ സംശയത്തിലാക്കി. അങ്ങനെ പോലീസ് നീലിനെ പറ്റി കൂടുതൽ അന്വേഷിക്കാൻ തീരുമാനിച്ചു. ആ അന്വേഷണത്തിൽ 8 വർഷം അയാൾ താമസിച്ചിരുന്നത് വാദോ എന്ന സ്ഥലത്താണെന്നും അയാൾ അവിടെ താമസിച്ച 8 വർഷം, അതായത് 2003 മുതൽ 2007 വരെ ആ സ്ഥലത്ത് നിന്ന് നിരവധി ലൈംഗിക തൊഴിലാളികളെ കാണാതായതായും പോലീസ് കണ്ടെത്തി. കാണാതായതിൽ 3 പേരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ പിന്നീട് കണ്ടെത്തിയിരുന്നു. അതുപോലെ തന്നെ 2014 നീൽ താമസിച്ചിരുന്ന ചാൾസ്റ്റൺ എന്ന സ്ഥലത്തിന്റെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് നിരവധി ലൈംഗിക തൊഴിലാളികളായ സ്ത്രീകളെ കാണാതായിരുന്നു. 1995 മുതൽ ഫാൾസ് അമേരിക്കയുടെ 16 സ്റ്റേറ്റിൽ ട്രാഫിക് റൂൾസ് ലംഘിച്ചു എന്ന് പോലീസ് കണ്ടെത്തി. അയാൾ എന്തിനാണ് ആ സ്ഥലത്തൊക്കെ പോയതെന്ന് കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല. അതുപോലെ തന്നെ ഫാൾസിന്റെ പോക്കറ്റിൽ നിന്ന് 6 സ്ത്രീകളുടെ പേരടങ്ങുന്ന ഒരു ലിസ്റ്റ് പോലീസ് കണ്ടെത്തി. ആ ലിസ്റ്റിലുള്ള 6 സ്ത്രീകളെ പറ്റി അന്വേഷിച്ചപ്പോൾ ആ 6 പേരും ലൈംഗിക തൊഴിലാളികളാണെന്നും ഹീദറിന് ശേഷം ആ 6 സ്ത്രീകളെയും ഫാൾസ് കൊല്ലാൻ പ്ലാൻ ചെയ്തിരിക്കാമെന്ന നിഗമനത്തിൽ പോലീസ് എത്തി. ഫാൾസിനെ കൊലപ്പെടുത്തിയ ഹീദറിനെ പോലീസ് ആദരിക്കുകയും ചെയ്തു. 2018 ഫാൾസിന് ഇന്റർസ്റ്റേറ്റ് 70 കൊലപാതകവുമായി ബന്ധമുണ്ടായിരിക്കാം എന്ന് പോലീസ് കണ്ടെത്തി. 1992 മുതലായിരുന്നു ഇന്റർസ്റ്റേറ്റ് 70 കൊലപാതക സീരീസിന്റെ തുടക്കം. 1992-ൽ ഫാൾസ് താമസിച്ചിരുന്ന സ്ഥലത്തായിരുന്നു ആദ്യത്തെ കൊലപാതകം നടന്നത്. കൊലപാതകി എന്ന് സംശയിക്കുന്ന ആളുടെ രേഖാചിത്രവും ഫാൾസും തമ്മിൽ വളരെയധികം സാമ്യമുള്ളതും കൊലപാതകി ഫാൾസ് ആയിരിക്കാമെന്ന് പോലീസ് സംശയിക്കാൻ കാരണമായി. എന്നാൽ ഉറപ്പിക്കാൻ വേണ്ടത്ര തെളിവുകളൊന്നും കിട്ടിയില്ല. ഹീദർ ഫാൾസിനെ അന്ന് വെടിവെച്ച് കൊന്നില്ലായിരുന്നുവെങ്കിൽ ഫാൾസ് ഒരിക്കലും കൊലപാതകം നിർത്തില്ലായിരുന്നു. അതുപോലെ തന്നെ ഫാൾസ് ചെയ്ത കൊലപാതകങ്ങളെ പറ്റി പുറം ലോകം ഒരിക്കലും അറിയുകയുമില്ലായിരുന്നു.